എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ജാവ പ്രോഗ്രാം എക്ലിപ്സ് IDE യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോയ്ക്ക് പ്രീ റിക്വസൈറ്റ് ആയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ വേണ്ടത് ജാവയും എക്ലിപ്സ് IDE ആണ്. ഇത് രണ്ടും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് IDEയിൽ ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫയലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ജാവ പ്രൊജക്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കുക. ജാവ ട്യൂട്ടോറിയൽസ് എന്നാണ് ഞാൻ പ്രൊജക്റ്റിന് പേര് കൊടുത്തത്. അതിനുശേഷം നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ജാവയുടെ വേർഷൻ ഇവിടെ നിന്ന് പിക്ക് ചെയ്യുക. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ജാവ 11 ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ പ്രൊജക്റ്റിന്റെ മുകളിൽ ജാവ എന്നൊരു ലെറ്റർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇതൊരു ജാവ പ്രൊജക്റ്റ് ആണെന്നാണ്. ഇതിൻ്റെ അകത്തുള്ള ഫോൾഡേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന് JRE സിസ്റ്റം ലൈബ്രറി ആണ്. അടുത്ത് സോഴ്സ് ഫോൾഡർ ആയിട്ടുള്ള SRC ആണ്. JRE സിസ്റ്റം ലൈബ്രറിക്ക് ആണ് ജാവ റിലേറ്റഡ് ലൈബ്രറീസ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ജാവ റിലേറ്റഡ് ജാർ ഫയൽസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അടുത്തൊരു SRC ഫോൾഡർ ആണ്. ഇതിനകത്താണ് നമ്മൾ പ്രോഗ്രാം ആഡ് ചെയ്യുന്നത്. പ്രോഗ്രാം നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സോഴ്സ് ഫോൾഡറിൽ നമുക്കൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാക്കേജ് ക്രിയേറ്റ് ചെയ്ത ശേഷമായിരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പാക്കേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സോഴ്സ് ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പാക്കേജ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. പാക്കേജിൻ്റെ പേര് സ്മോൾ ലെറ്ററിൽ കൊടുക്കുക. ക്യാപ്സ് കൊടുത്തു കഴിയുമ്പോൾ ഒരു വാർണിംഗ് കാണിക്കും. ഡിസ്കറേജ്ഡ് പാക്കേജ് നെയിം ബൈ കൺവെൻഷൻ പാക്കേജ് നെയിം യൂഷ്വലി സ്റ്റാർട്ട് വിത്ത് ലോവർ കേസ് ലെറ്റർ. അപ്പോൾ ഈ വാർണിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ സ്മോൾ ലെറ്ററിൽ തന്നെ കൊടുക്കുക. ഇതൊരു വാർണിംഗ് മാത്രമാണ്, എററല്ല. ക്യാപ്സ് കൊടുത്താലും വർക്കാവും. പക്ഷേ നമ്മൾ ഈ പറയുന്ന വാർണിംഗ് ഒക്കെ അതേപടി ഫോളോ ചെയ്യാൻ ശ്രമിക്കും. പാക്കേജ് 1 എന്നാണ് ഞാൻ എൻ്റെ കേസിൽ പാക്കേജിന് പേര് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ പാക്കേജ് 1 എന്ന് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഈ പാക്കേജിൻ്റെ അകത്ത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. റൈറ്റിംഗ് ഫസ്റ്റ് ജാവ പ്രോഗ്രാം. പോയിന്റ്സ് ടു ബി നോട്ടഡ് വൈൽ റൈറ്റിംഗ് ജാവ പ്രോഗ്രാം. ഫസ്റ്റ് പോയിന്റ്, എവറി ലൈൻ ഓഫ് കോഡ് ദാറ്റ് റൺസ് ഇൻ ജാവ മസ്റ്റ് ബി ഇൻസൈഡ് എ ക്ലാസ്. ജാവ കോഡ് എപ്പോഴും ഒരു ക്ലാസിന്റെ അകത്തായിരിക്കും എഴുതേണ്ടത്. സെക്കൻഡ് പോയിന്റ്, എ ക്ലാസ് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പർ കേസ് ഫസ്റ്റ് ലെറ്റർ. ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപ്സ് ആയിരിക്കണം. തേർഡ് പോയിന്റ്, ജാവ ഈസ് കേസ് സെൻസിറ്റീവ്. പ്രിന്റ് ഹലോ വേൾഡ് ആൻഡ് പ്രിന്റ് ഹലോ വേൾഡ് ഹാസ് ഡിഫറെന്റ് മീനിങ്. ഇവിടെ പ്രിന്റ് ഹലോ വേൾഡ് എന്ന് 2 ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് പ്രിന്റ് ഹലോ വേൾഡ് എന്ന ക്ലാസ് നെയിമിന്റെ 3 വേർഡ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആണ്. സെക്കൻഡ് ക്ലാസ്സിനകത്തെ പ്രിന്റ് ഹലോ വേൾഡിലെ എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റർ ആണ്. അപ്പം 2 പ്രിന്റ് ഹലോ വേൾഡ് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതാണ് ജാവ ഈസ് കേസ് സെൻസിറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ്, ദ നെയിം ഓഫ് ദ ജാവ ഫയൽ മസ്റ്റ് മാച്ച് ദ ക്ലാസ് നെയിം. ജാവ ഫയലിന്റെ പേരും ക്ലാസ് നെയിമിന്റെ പേരും ഒന്നായിരിക്കണം. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, മെയിൻ മെത്തേഡ് ഈസ് മാൻഡേറ്ററി ആൻഡ് എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ഫ്രം മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡ് മാൻഡേറ്ററി ആണ് ഒരു ജാവ പ്രോഗ്രാമിനെ സംബന്ധിച്ചോളം. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ മെത്തേഡിൽ നിന്നാണ്. അടുത്ത പോയിന്റ്, ദ കേർലി ബ്രേസസ് മാർക്സ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് എ ബ്ലോക്ക് ഓഫ് കോഡ്. കേർലി ബ്രേസിന്റെ അകത്താണ് നമ്മൾ ആ കോഡുകൾ എഴുതുന്നത്. ഓപ്പണിംഗ് കേർലി ബ്രേസ് അതിൻ്റെ അകത്ത് കോഡ് എഴുതിയ ശേഷം ആ ഓപ്പണിംഗ് കേർലി ബ്രേസിന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്ലോസിംഗ് കേർലി ബ്രേസ് യൂസ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും, ഈ 2 ബ്രേസസിന് ഇടയ്ക്കായിരിക്കും നമ്മൾ കോഡ് ആഡ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഈച്ച് കോഡ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് എൻഡ് വിത്ത് എ സെമിക്കോളൻ. എല്ലാ കോഡ് സ്റ്റേറ്റ്മെന്റിനും ഒരു സെമിക്കോളൻ ഉണ്ടായിരിക്കണം. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ജാവ പ്രോഗ്രാം എഴുതുമ്പോൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആ പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ ഹോവർ ചെയ്ത ശേഷം ക്ലാസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ പ്രിന്റ് ഹലോ വേൾഡ് എന്നാണ് ക്ലാസ്സിന് കൊടുക്കുന്ന പേര്. സ്മോൾ ലെറ്ററിൽ കൊടുത്തു കഴിയുമ്പോൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്തപ്പോൾ വന്ന അതേ വാർണിംഗ് തന്നെ ഇവിടെ കാണിക്കുക. അതുകൊണ്ട് നമ്മൾ ക്യാപ്സ് കൊടുക്കുക. പ്രിന്റ് ഹലോ വേൾഡ്. ഇതുപോലെ 3 വേർഡ്സ് ഒക്കെയുള്ള ഒരു ക്ലാസ് നെയിമാണ് കൊടുക്കുന്നതെങ്കിൽ
നിങ്ങൾ ആ 3 വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആക്കി കൊടുക്കുക. സിംഗിൾ വേർഡ് ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ആ വേർഡിന് കൊടുക്കുക, ക്യാപ്സ് ആയിട്ട് കൊടുക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വിച്ച് മെത്തേഡ് സ്റ്റഫ് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് വരുള്ളൂ. അതിനുശേഷം ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. കൺട്രോൾ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്ററിൻ്റെ ലെറ്റേഴ്സിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ കൺട്രോൾ മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് കുറയുകയും ചെയ്യും. ഞാൻ റീഡബിൾ രീതിയിൽ ഉള്ള ഒരു സൈസിലേക്ക് മാറ്റി. ഇതൊരു ഓട്ടോ ജനറേറ്റഡ് കമൻ്റ് ആണ്, നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ചെക്ക് ബോക്സ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ്റെ സെലക്ട് ചെയ്യാൻ പോയെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഗ്രാമിനകത്ത് മെയിൻ മെത്തേഡ് വരികയില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ പോലും ഒന്നുകിൽ ഇത് നമുക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഒരു ഈസി മെത്തേഡായിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് മെയിൻ ഈ ക്ലാസ്സിനകത്ത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെയിൻ മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മെയിൻ മെത്തേഡ് വന്നു. ഇതാണ് മറ്റൊരു മെത്തേഡ്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം യൂസ് ചെയ്ത് നമുക്ക് കൺസോളിൽ ഒരു പർട്ടിക്കുലർ സ്ട്രിംഗ് പ്രിന്റ് ചെയ്യിക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട കമാൻഡ് അല്ല, കോഡ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് എഴുതുന്നതിന് വേണ്ടി നമുക്ക് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ സജഷൻസ് യൂസ് ചെയ്യാം. SYSO എന്ന് ടൈപ്പ് ചെയ്ത ശേഷം കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സജഷൻ കംപ്ലീറ്റ് ആയിക്കോളും. അതിനുശേഷം ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്ട്രിങ് പാസ് ചെയ്യുക. ഞാൻ ഹലോ വേൾഡ് എന്നാണ് പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹലോ വേൾഡ് എന്നുള്ള ആ ഒരു സ്ട്രിങ് മെസ്സേജ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഫയൽ സേവ് ചെയ്തു. അതിനുശേഷം ഈ ക്ലാസ് റൺ ചെയ്യാൻ വേണ്ടി ഈ ക്ലാസ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ സ്ട്രിങ് കൺസോളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു. ഈ സിസ്റ്റം എന്നുള്ളത് ജാവയ്ക്കകത്തുള്ള ഒരു ഇൻബിൽറ്റ് ക്ലാസ് ആണ്. ഔട്ട് എന്നുള്ളൊരു മെമ്പർ ആണ്. ഔട്ട് ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. പ്രിന്റ് എൽ എന്ന് ഉദ്ദേശിക്കുന്ന നെക്സ്റ്റ് ലൈനിൽ നമ്മൾ പാസ് ചെയ്ത സ്ട്രിങ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. വീണ്ടും നമ്മൾ ഇതേ ലൈൻ തന്നെ എത്ര തവണ കൊടുത്താലും അത് ഓരോ നെക്സ്റ്റ് ലൈനിലായിരിക്കും ആ ഹലോ വേർഡ് എന്നുള്ള പ്രിന്റ് ചെയ്യുക. ഞാൻ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ വീണ്ടും കോപ്പി ചെയ്യുവാണ്. 3 തവണ കോപ്പി ചെയ്തു. മൊത്തം 4 തവണ ഹലോ വേൾഡ് നിങ്ങൾ റൺ ചെയ്ത് കഴിയുമ്പോൾ കൺസോൾ പ്രിന്റ് ചെയ്യും. 4 തവണ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യമേ നോക്കിയ പോയിന്റ്സ് ഈ ഒരു പ്രോഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എവരി ലൈൻ ഓഫ് കോഡ് ദാറ്റ് റൺസ് ഇൻ ജാവ മസ്റ്റ് ബി ഇൻസൈഡ് എ ക്ലാസ്. ഈ ഒരു പ്രിന്റ് ഹലോ വേൾഡ് എന്നുള്ള ഈ ക്ലാസിന്റെ കേർലി ബ്രേസിനുള്ളിലാണ് നമ്മൾ ഈ മെയിൻ മെത്തേഡ് എഴുതി. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ക്ലാസ് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പർ കേസ് ഓഫ്. നമ്മുടെ കേസിൽ പ്രിന്റ് ഹലോ വേൾഡിനകത്ത് പി ക്യാപ്സ് ആണ്. അപ്പോൾ ആ പോയിന്റും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. തേർഡ് പോയിന്റ് ഒരു ജനറൽ പോയിന്റ് ആണ്. അടുത്ത പോയിന്റ്, ദ നെയിം ഓഫ് ദ ജാവ ഫയൽ മസ്റ്റ് മാച്ച് വിത്ത് ദ ക്ലാസ് നെയിം. അതായത് ഈ ജാവ ലെഫ്റ്റ് സൈഡ് പാക്കേജ് 1-നകത്ത് പ്രിന്റ് ഹലോ വേൾഡ് ഡോട്ട് ജാവ ഓട്ടോമാറ്റിക്കലി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡോട്ട് ജാവ എന്നൊരു എക്സ്റ്റൻഷനിലായിരിക്കും എഡിറ്റർ സേവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ക്ലാസ് നെയിമിന്റെ പേര് മാറ്റുമ്പോൾ ഉറപ്പായിട്ടും ഒരു എറർ മെസ്സേജ് കാണിക്കും. ഈ എറർ മെസ്സേജ് പോകണമെങ്കിൽ വീണ്ടും നമ്മൾ ആ 1 റിമൂവ് ചെയ്യണം. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഫയലിന്റെ പേരും ക്ലാസ് നെയിമും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ എറർ മെസ്സേജ് കാണിക്കും. അതാണ് ആ പോയിന്റ് പറയുന്നത്. അടുത്ത പോയിന്റ്, മെയിൻ മെത്തേഡ് ഈസ് മാൻഡേറ്ററി ആൻഡ് എക്സിക്യൂട്ട് സ്റ്റാർട്ട്സ് ഫ്രം മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡ് മാൻഡേറ്ററി ആണ്. മെയിൻ മെത്തേഡ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മെയിൻ മെത്തേഡ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ദ കേർലി ബ്രേസസ് മാർക്സ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ബ്ലോക്ക് ഓഫ് കോഡ്. നമുക്ക് ഈ മെയിൻ മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കേർലി ബ്രേസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കാണാം, അതുപോലെ ഇവിടെ എൻഡ് ചെയ്തേക്കുന്നത് കാണാം. ഇതിന്റെ ഇടയ്ക്കുള്ള കോഡുകളാണ് കൺസോൾ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതാണ് ആ പോയിന്റ് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, ഈച്ച് കോഡ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് എൻഡ് വിത്ത് എ സെമിക്കോളൻ. ഈച്ച് കോഡ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് എൻഡ് വിത്ത് എ സെമിക്കോളൻ. അതായത് ഇതാണ് കോഡ് സ്റ്റേറ്റ്മെന്റ്. ഈ സെമിക്കോളൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എറർ മെസ്സേജ് കാണിക്കും. നമ്മൾ ഹോവർ ചെയ്ത് കഴിയുമ്പോൾ സിൻടാക്സ് എറർ ഇൻസേർട്ട് സെമിക്കോളൻ എന്നുള്ള സജഷൻ വരുന്നുണ്ട്. സെമിക്കോളൻ എല്ലാ കോഡ് സ്റ്റേറ്റ്മെന്റും ആഡ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം കാര്യങ്ങളാണ് ഒരു പ്രോഗ്രാം ജാവയിൽ എഴുതുമ്പോൾ
ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.